സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ മസീം? യെസ്, ക്ലിയർ ആണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഐറ്റപ്പ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയ പ്രോഗ്രാമിനെ കുറിച്ചും അതിലോട്ടുള്ള ഒരു ഗേറ്റ് വേ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ NIT, IIT പോലുള്ള അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലോട്ടുള്ള ഗേറ്റ് വേ പോസിബിൾ ആക്കുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഐഡിയ തനതായ രീതിയിൽ ഡിഗ്രി, അതിനുശേഷം B.Ed എന്നുള്ള ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി +2 ശേഷം തന്നെ 4 വർഷം കൊണ്ട് ഒരു ഡിഗ്രിയും കൂടെ B.Edഉം പോസിബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ഐറ്റപ്പ് എന്ന് പറയുന്നത്. പലർക്കും ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ സംശയം ഉണ്ടായിരിക്കും, നമ്മളെ നിലവിലുള്ള ഈ 2 ഇയർ B.Ed അതിൻ്റെ ഒരു 4 വർഷത്തെ വേർഷനാണോ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണോ, 4 വർഷം കൊണ്ടാണോ ഈ B.Ed കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. ഇത് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ മറ്റൊരു മുഖം തന്നെയാണെന്ന് നമുക്ക് പറയാം. ട്രഡീഷണൽ B.Edുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇത് പുതിയ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മുന്നോട്ട് വെക്കുന്ന ചില നയങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അതായത് ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷനും സ്കൂൾ എഡ്യൂക്കേഷനും, ഇതിൽ ഒരുപാട് പാരഡിഗം ഷിഫ്റ്റ് കൊണ്ടുവന്ന ഒരു പോളിസി ആയിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇതേപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷനിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന ഉദ്ദേശവും ഇതിലുണ്ടായിരുന്നു. അപ്പം NEP 2020യുടെ ചുവട് പിടിച്ചുകൊണ്ട് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഫോം ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ആക്ച്വലി ഐറ്റപ്പ്, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോഗ്രാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിലോട്ടുള്ള ഒരു വേ ഓപ്പൺ ആക്കുന്ന എക്സാം ആണ് ആക്ച്വലി നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് പറയുന്ന ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം. ആക്ച്വലി എന്താണ് ഐറ്റപ്പ്? ഐറ്റപ്പിന്റെ ഒരു സ്ട്രക്ചർ എന്താണ് നോർമൽ B.Edൽ നിന്നും ഐറ്റപ്പിനെ വ്യതിരിക്തമാക്കുന്നത് എന്നാണ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു +2 പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നത് ഒരു ഡുവൽ മേജർ ഡിഗ്രിയാണ്. അതായത് 2 വിഷയങ്ങളിൽ മേജറായിട്ട് വരുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതായത് 4 വർഷത്തിൽ ഒരു മെയിൻ സ്ട്രീമിൽ ഒരു ഡിഗ്രിയും ഒപ്പം B.Edഉം കുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാം ശരിക്കും NCTE മുന്നിൽ വെക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഡുവൽ മേജർ സ്ട്രക്ചറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ ഒരു മേജർ ഒരു ഡിഗ്രിയും ഒപ്പം നിങ്ങൾ +2 ശേഷം ഏത് വിഷയത്തിലാണോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആർട്സോ കൊമേഴ്സോ സയൻസോ, ഇതിൽ ഒരു ഡിഗ്രിയും ഒരുമിച്ച് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: ഒരു മേജർ ഡിസിപ്ലിൻ പ്ലസ് B.Ed, അതായത് ഒരു BA B.Ed അല്ലെങ്കിൽ BCom B.Ed, BSc B.Ed എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഫൈനൽ ഇതിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നത്. 4 വർഷത്തെ പ്രോഗ്രാം, 8 സെമസ്റ്റർ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും 2 മേജറിൽ കുട്ടിക്ക് ഡിഗ്രി എന്നുള്ളതാണ് ഇത് സാധ്യമാക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ നാഷണൽ NCTE നോർമൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പോസിബിൾ ആക്കുക എന്നുള്ളത് ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശമായിരുന്നു. അതുപോലെ തന്നെ 4 വർഷം കൊണ്ട് ഇങ്ങനെയൊരു 4 ഇയർ ഡിഗ്രി കിട്ടുന്നു. ഒപ്പം നമുക്കറിയാം NEP 2020 ഞാൻ പറഞ്ഞു ഒരുപാട് പാരഡിഗം ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ സ്ട്രക്ചറിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ
പ്ലാനുള്ള അല്ലെ ഓൾറെഡി ആയിട്ടുണ്ട്, ഇനിയും ആയി വരാനുണ്ട്. അതിലോട്ടൊക്കെ ഫിറ്റിംഗ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഐറ്റപ്പ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 5+3+3+4 ഈ ഒരു ഡിസൈനാണ് NEP 2020 മുന്നോട്ട് വെക്കുന്നത്. ഇതിലോട്ട് ഫിറ്റിൻ ആവുന്ന രീതിയിലാണ് നമ്മുടെ ഐറ്റപ്പ് പ്രോഗ്രാം. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് അതുപോലെ ഈ ഇന്ത്യയിൽ ഉള്ള ഒരു ടീച്ചർ ആവാനുള്ള ഒരു മിനിമം യോഗ്യത ഡിഗ്രി പ്ലസ് ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളതും NEP മുന്നോട്ട് വെക്കുന്ന ഒരു വിഷനാണ്. അതിനെയും ഫിറ്റിൻ ചെയ്യുന്ന രീതിയിലാണ് ഐറ്റപ്പിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത്രയും ഈ ഒരു പ്രസ്റ്റീജിയസ് ആയ പ്രോഗ്രാം ഇന്ത്യയിലെ ടീച്ചർ ട്രെയിനിങ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മേജർ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 4 വർഷം കൊണ്ട് സബ്ജക്റ്റ് കണ്ടന്റിലും അല്ലെങ്കിൽ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടുന്നു. ഒപ്പം തന്നെ ടീച്ചിങ് മെത്തഡോളജി അല്ലെങ്കിൽ പെഡഗോജിയിലുള്ള ഒരു ഇൻഡെപ്ത് നോളജ് ആണ് ഈ ഒരു 4 ഇയർ ഐറ്റപ്പ് പ്രോഗ്രാം കൊണ്ട് കുട്ടിക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷനിലും സൈക്കോളജിയിലും സോഷ്യോളജിയിലും അല്ലെങ്കിൽ ലേണിംഗ് ഓഫ് സയൻസ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു നോളജും സ്ട്രക്ചറും ഒപ്പം ടീച്ചർ ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഐറ്റപ്പിന്റെ കരിക്കുലം കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, നമുക്ക് ഒരു 4 ഇയർ പ്രോഗ്രാം, അതായത് BA BEd BCom BEd BSc BEd എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു 4 ഇയർ പ്രോഗ്രാം വരുന്നത്. ഇതൊന്നുകൂടെ NEP 2020 വിഭാവനം ചെയ്യുന്ന ഈ ഒരു 5+3+3+4 എന്നുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് ഫിറ്റ് ഇൻ ചെയ്യുന്നു എന്നും ഞാൻ പറഞ്ഞു വെച്ചു. ഇത് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കറിയാം നിലവിലെ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഈ ഒരു ലെവലിലാണ് പോകുന്നത്. പക്ഷെ NEP പ്രകാരം ഇത് പ്രീ സ്കൂൾ ടു ഗ്രേഡ് 2 ആണ് ലെവൽ 1. അതായത് ഒരു 3 വയസ്സിൽ കുട്ടി സ്കൂൾ ജോയിൻ ചെയ്യുന്നു. LKG UKG ഗ്രേഡ് 2 വരെ ഉള്ളത് ഒരു ലെവൽ 1 ആയിട്ട്, ശേഷം ഗ്രേഡ് 3 ടു ഗ്രേഡ് 5 ലെവൽ 2 ആയിട്ട്, ഗ്രേഡ് 6 6ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ ഗ്രേഡ് 3 ലെവൽ 3 ആയിട്ട്, പിന്നെ 9 ടു 12 ഇങ്ങനെയുള്ള ഒരു 5+3+3+4 എന്നുള്ള ഒരു സ്ട്രക്ചറാണ് NEP മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ മേജർ സ്പെഷ്യലൈസേഷനിലും ഈ ഒരു 4 രീതിയിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു BA BEd എന്നുള്ള വിഷയം അല്ലെങ്കിൽ മേജർ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടിക്ക് ഫൗണ്ടേഷണൽ അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി അല്ലെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ സെക്കൻഡറി ഇങ്ങനെ 4 സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടെ അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു ലോവർ ഗ്രേഡിലൊക്കെ ആഗ്രഹിക്കുന്ന ആൾ BA BEd ഫൗണ്ടേഷണൽ എന്നുള്ള കോഴ്സിനായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ പ്രിപ്പറേറ്ററി ഒരു 3 to 5 സ്റ്റാൻഡേർഡ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് BA BEd പ്രിപ്പറേറ്ററി, ദെൻ മിഡിൽ. ഒരു ഹയർ സെക്കൻഡറി വരെ പ്ലാൻ ഉള്ള ആൾക്ക് 9 to 12 ഗ്രേഡ് ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടി BA BEdന്റെ സെക്കൻഡറി സ്പെഷ്യലൈസേഷൻ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക. അപ്പം ഈ രീതിയിലാണ് ഐറ്റപ്പിന്റെ ഒരു സ്ട്രക്ചർ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. 4 വർഷത്തെ പ്രോഗ്രാം നമുക്ക് 12 മേജർ കിട്ടുന്നു. അതിൽ തന്നെ നമുക്ക് ഏത് ലെവലിലാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഐറ്റപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നമുക്കറിയാം നോർമൽ ഇപ്പൊ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ടീച്ചിങ് കരിയർ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും മുന്നിൽ അവരുടെ ഒരു ചലഞ്ചിങ് ഇഷ്യൂ ആയിട്ട് പറയാറുള്ളത് ഇതിന്റെ ഒരു ടൈം കൺസ്യൂമിങ് അല്ലെ ടൈം ഡ്യൂറേഷൻ ആണ്. അതിന് നന്നായിട്ട് പൊളിച്ചെഴുതാൻ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നു. 4 വർഷം കൊണ്ട് തന്നെ ഈ 2 കിട്ടുന്നു. ഒപ്പം നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നോർമൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലാതെ തന്നെ പലരും ആഗ്രഹിക്കുന്ന NITസിലും IITസിലൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു പ്രോഗ്രാമിന് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇത്തരത്തിലൊരു പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യുക, ഇതിൻ്റെ ഒരു ഗേറ്റ് വേ ഓപ്പൺ ആവുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഫാക്ടർ. അത് ദേശീയ തലത്തിൽ തന്നെ നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലോട്ട് കുട്ടിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു സിംഗിൾ ചാനലാണ് ഇങ്ങനെ ഒരു എക്സാമിന് ഒരു സിംഗിൾ ചാനൽ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുക, അതിൻ്റെ സ്കോർ വെച്ചിട്ട്
ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ടീച്ചിങ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ടീച്ചിങ് ഫീൽഡിലോട്ട്, എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു IITs, NITs, RIs. ഇപ്പം NAP 2020 ശേഷം 2023 ഒരു പരീക്ഷണാർത്ഥം ITEP എന്നുള്ള പ്രോഗ്രാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ആവുന്നത്. തുടക്കത്തിൽ IITകളും NITകളിലും കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുമായിരുന്നു പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ phase 1. phase 2 ആയ സമയത്തേക്ക് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ 25 അഡ്മിഷനൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പറ്റില്ല. NCTEയുടെ റെക്കഗ്നീഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മാത്രമാണ് ITEP എന്നുള്ളൊരു പ്രോഗ്രാം ഓഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവരുടെ ചില ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു അഫിലിയേഷൻ കിട്ടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് നമുക്ക് എക്സാമിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക? ഞാൻ പറഞ്ഞു നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പാസ്സായിട്ട് ഉള്ള കുട്ടികൾക്കോ ആണ് ഈ ഒരു എക്സാം എഴുതാൻ അവർ എലിജിബിൾ ആയിട്ടുള്ളത്. +2 മിനിമം 50% മാർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഒരു മേജർ ക്രൈറ്റീരിയ. പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും ഈ ഒരു എക്സാമിന് പറയുന്നില്ല. ഇനി നമ്മൾ ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ യൂണിവേഴ്സിറ്റിയോ എന്തെങ്കിലും ക്രൈറ്റീരിയ വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഒരു ദേശീയ പരീക്ഷയാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. സത്യത്തിൽ CUETയുടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു എക്സാമാണ് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന പേര് അറിയപ്പെടുന്ന NCET എന്നുള്ള എക്സാം. ഇപ്പം നോർമലി ഒരു JO അല്ലെങ്കിൽ NEET ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്തരത്തിലൊരു സബ്ജക്ട്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി NCETയുടെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചോയ്സസും ഓപ്ഷൻസും ഒക്കെ തരുന്നു. അത് തന്നെ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. 4 സെക്ഷനായിട്ടാണ് ഈ എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. 4 സെക്ഷൻ. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ടോട്ടലായിട്ട് 181 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നമ്മൾ പേപ്പർ ആൻഡ് പെൻ ടെസ്റ്റ് അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. പാറ്റേൺ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു 4 സെക്ഷൻ. ഇതിൽ സെക്ഷൻ 1 സ്റ്റുഡൻറ്റിന് ഒരു ലാംഗ്വേജ് എന്നുള്ള പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതായത് നമുക്കൊരു ലാംഗ്വേജ് പേപ്പർ ഓപ്റ്റ് ചെയ്യണം. അത് 38ഓളം ഭാഷകൾ അവൈലബിൾ ആയിട്ട് NTAയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ താല്പര്യപ്പെടുന്ന 2 ഭാഷാ വിഷയങ്ങൾ ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദി, ഉറുദു, അറബിക് എന്നുള്ള രീതിയിൽ ഒരുപാട് 38 ഭാഷകളുണ്ട്. അതിൽ നിന്ന് 2 ഭാഷ ഓപ്റ്റ് ചെയ്യാം. അതിൽ തന്നെ ഓരോ ഭാഷയിൽ നിന്നും 23 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 ലാംഗ്വേജ് പേപ്പർ, ഓരോ പേപ്പറിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതം. പിന്നെ സെക്ഷൻ 2 വരുമ്പോൾ ഒരു ഡൊമൈൻ സ്പെസിഫിക് എന്നുള്ള രീതിയിൽ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇതും ഒരു 26 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സുകൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമ്മൾ ആഫ്റ്റർ ഈ എക്സാം ഉദ്ദേശിക്കുന്നത് ഏത് മേജറിൽ BEd ചെയ്യാനാണ്, BA BEdോ BSc BEdോ BCom BEdോ, ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന മേജറിന് അനുസരിച്ച് വേണം ഈ ഒരു ഡൊമൈൻ സ്പെസിഫിക് ഓപ്റ്റ് ചെയ്യാനായിട്ട്. അതിൽ തന്നെ നമുക്ക് സയൻസ് സ്ട്രീമുകാർക്ക് വേണ്ടതും കൊമേഴ്സ് സ്ട്രീമുകാർക്ക് പറ്റുന്ന രീതിയിലും ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകാർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള
സബ്ജക്ട്സുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് 3 നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അതിൽ ഞാൻ പറഞ്ഞു 28 ക്വസ്റ്റ്യൻ ഓരോ ഡൊമൈനിൽ നിന്നും ഉണ്ടാവും. പക്ഷേ 25 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. പിന്നെ വരുന്ന 2 ടെസ്റ്റുകൾ, ജനറൽ ടെസ്റ്റും സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ്, സെക്ഷൻ 4 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇത് രണ്ടും കമ്പൽസറി ആണ്. നമ്മൾ നിർബന്ധമായിട്ട് ചേഞ്ച് ആയിട്ടില്ല. മാറിയോ? ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഞാൻ സിലബസ് ഐ മീൻ എക്സാം പാറ്റേൺ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ജനറൽ ടെസ്റ്റിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ 4 സെക്ഷൻ ആയിട്ടാണ് എക്സാം വരുന്നത്. ടോട്ടൽ 181 ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നമുക്ക് 160 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സൗകര്യം എക്സാമിലുണ്ട്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സിലബസ് ഒന്ന് പറയാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ലാംഗ്വേജിൽ നിങ്ങൾ 2 ഓപ്ഷൻ, നിങ്ങൾക്ക് 2 ഭാഷാ വിഷയങ്ങൾ ഓപ്റ്റ് ചെയ്യാം. ഇതിൽ മേജറായിട്ട് നിങ്ങളുടെ ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ എങ്ങനെയാണ്, അതേപോലെ നിങ്ങളുടെ ഒരു വൊക്കാബുലറി അസസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ് അസസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ലാംഗ്വേജ് സെക്ഷനിൽ മെയിനായിട്ട് വരിക. അത്യാവശ്യം ഭാഷയിലുള്ള ഒരു നിങ്ങൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഷകൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക, നമ്മളൊന്നുകൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു സെക്ഷൻ 2 ഡൊമൈൻ സ്പെസിഫിക്, നമുക്ക് ഏതെങ്കിലും 2 മേജർ സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്യാം. മിക്കവാറും സയൻസ് +2 എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്നൊക്കെയുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്യാം. കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും എക്കണോമിക്സിൻ്റെ ഒക്കെ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഹിസ്റ്ററി പോലുള്ള പേപ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പം നമ്മളെപ്പോഴും ആഫ്റ്റർ 12 ഈ എക്സാം നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, അവർ ഏതൊക്കെ മേജറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് വേണം ഈ ഒരു സെക്ഷൻ 2 വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യാം. അപ്പം ഇത്രയും ഡൊമൈൻ സബ്ജക്ട്സുകൾ അവൈലബിൾ ആണ്, 26 ഇതൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. NTA നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കും. ദെൻ ജനറൽ ടെസ്റ്റ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഒബ്വിയസ്ലി നമ്മളൊരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിലോട്ടാണ് എൻ്റർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതും ഈ ഒരു എക്സാമിൽ അസസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ തിയറീസിൻ്റെയും ഒക്കെ ഒരു ചെറിയൊരു രൂപം, ഒപ്പം ജനറൽ ടെസ്റ്റ്, അതായത് GK, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്ന സെക്ഷൻ 3 and 4 ഇതിൽ കവർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ പറഞ്ഞല്ലോ സൈറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് വെച്ചിട്ടൊരു പ്രിപ്പറേഷൻ തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. അപ്പം ഈ ഒരു എക്സാം പാറ്റേൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി വേണ്ടത് ഇത് കറക്റ്റ് സമയത്ത് കറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പലരും മറക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല 26 മിക്കവാറും കഴിഞ്ഞ വർഷത്തൊക്കെ നോക്കുമ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തായിരുന്നു എക്സാം നോട്ടിഫിക്കേഷൻ വന്നതും എക്സാം ഉണ്ടായിട്ടുണ്ടായിരുന്നതും. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കിയിരിക്കുക. നമുക്ക് 3 സ്റ്റെപ്പിലായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം ഉണ്ടാവുക. exams.nta.ac.in NCET ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തൊരു ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ചെയ്യണം. ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണം. ദെൻ ഫീ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം സെൻറ്റേഴ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ 278 സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ തന്നെ. ഇപ്പം നമ്മൾ കേരളം നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, അതേപോലെ ബാംഗ്ലൂർ, മൈസൂർ തുടങ്ങി ഒട്ടുമിക്ക എല്ലാ സിറ്റീസിലും NCET എക്സാമിൻ്റെ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 2 സെൻറ്ററാണ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന റെസിഡൻഷ്യൽ അഡ്രസ്സിനെ കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സെൻറ്റർ അലോട്ട് ചെയ്ത് വരാം. ഓക്കെ,
അപ്പം അപ്ലൈ ചെയ്തു, സെൻറ്റേഴ്സൊക്കെ ഓപ്റ്റ് ചെയ്തു, നമ്മൾ ഇരിക്കുന്നു. നമുക്ക് എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നാഷണൽ ലെവലിൽ വരുന്ന ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്ന എൻട്രൻസ് എക്സാമും നമ്മൾ ചുമ്മാ പോയി എഴുതാൻ എന്നതിലപ്പുറം ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ എക്സാം പാറ്റേൺ എന്താണെന്നും അതിൻ്റെ സിലബസ് എന്താണെന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പഠനം തുടങ്ങുകയും ചെയ്യുക. +2 തന്നെയാണ് മേജറായിട്ട് ഡൊമൈൻ സ്പെസിഫിക്കിലൊക്കെ ചോദിക്കുക. നമ്മുടെ NCERT സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി തുടങ്ങുക. എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും നേരത്തെ നമുക്ക് നല്ല നല്ല NIT-യിലും IIT-യിലും അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ എത്താനുള്ള ഒരു റാങ്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒപ്പം മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൈറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം വെച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും നമ്മുടെ സ്പീഡും ആക്യുറസിയും ഒക്കെ ബെറ്റർ ആക്കുകയും ചെയ്യുക. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ ജനറൽ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സ്, GK ഒക്കെ അത്യാവശ്യം വേണം. ഇപ്പോഴുള്ള ന്യൂസ് പേപ്പേഴ്സ് റീഡിങ്ങും കാര്യങ്ങളും അല്ലെ ഒരു അപ്ഡേഷൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഒരു അവയർനെസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും മക്കളുടെ ഇടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴേ അവർക്ക് ഇതിനു വേണ്ടി തുടങ്ങാം. എക്സാം ഒക്കെ കഴിഞ്ഞു. റിസൾട്ട് NTA-യുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. CUT എക്സാം പോലെ തന്നെ റിസൾട്ട് വരെ ഉള്ളൂ NTA-യുടെ കാര്യങ്ങൾ. ബാക്കി നമുക്ക് കിട്ടുന്ന സ്കോർ കാർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, NCTE റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കടമ. അപ്പോൾ ഇപ്പം NIT-യിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ NIT-യുടെ വെബ്സൈറ്റ് കയറി സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അതേപോലെ IITs, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, RIEs, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈനൽ നമ്മുടെ കയ്യിൽ വേണ്ടത് NCERT-യുടെ സ്കോർ കാർഡാണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? സ്പീഡ് ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഇത്ര എക്സാം ഒക്കെ ക്രാക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു IITസും NITസും RIEസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 സ്ഥാപനങ്ങൾ പ്ലസ് ഇപ്പോൾ ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം നമ്മുടെ ITEP പ്രോഗ്രാം. അതായത് ആദ്യം നമുക്ക് മെയിൻ നമ്മുടെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ITEP പ്രോഗ്രാം ഉണ്ട്. അവിടെ 3 BSc BEdലും BA BEdലും BCom BEdലും സെക്കൻഡറി ലെവലിൽ വരുന്ന BEd ആണ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ സ്ട്രീമിലും 50 സീറ്റ്സ് വീതം അവൈലബിൾ ആണ്. അതിൽ തന്നെ BSc പ്രോഗ്രാമിൽ മേജറായിട്ട് ഫിസിക്സിലും സുവോളജിയിലുമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാസർഗോഡ് ITEP പ്രോഗ്രാം കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം പഠിക്കാൻ BSc BEd ഇൻ ഫിസിക്സോ BSc BEd സുവോളജിയോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ +2-ൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കമ്പൽസറി ആയിട്ട് പറയുന്നത്. പിന്നെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് BA ഇംഗ്ലീഷിലും എക്കണോമിക്സിലും വരുന്ന ITEP പ്രോഗ്രാമാണ്. ഇതിൽ ഏത് സ്ട്രീമുള്ളവർക്കും ഫിസിക്സ് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല. എനി സ്ട്രീമിലുള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. +2-ൽ മിനിമം 50% മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഈ ആർട്സ് സബ്ജക്ട്സിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ BCom BEdും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാസർഗോഡ് വരുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷം കേരള സംസ്കൃത യൂണിവേഴ്സിറ്റിയിലും ITEP പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അവിടെ BA BEd സെക്കൻഡറി പ്രോഗ്രാമാണ് വരുന്നത്. സംസ്കൃതത്തിലാണ് BA ലഭിക്കുക. ഫൈനൽ ഒരു BEdും കൂടെ നമുക്ക് അവിടെ കിട്ടും. 100 സീറ്റ്സ് അവിടെയും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള NIT കാലിക്കറ്റിലും ഈ ഒരു JEE ഒന്നും ഇല്ലാതെ NIT-യിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ്, അല്ലെങ്കിൽ ടീച്ചിങ് ആഗ്രഹിക്കുന്ന ആളുടെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ NCERT വഴി കിട്ടുന്നത്. NIT-യിൽ വരുന്നതും BSc BEd പ്രോഗ്രാമുകൾ മാത്രമാണ്. BSc BEdന്റെ സെക്കൻഡറി ലെവൽ പ്രോഗ്രാമുകളാണ് NIT പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിസിക്സിലും മാത്സിലും കെമിസ്ട്രിയിലുമാണ് അവിടെ മേജർ
ഓപ്ഷൻസ് വരുന്നത്. +2 ഈ സബ്ജക്ട്സ് പഠിച്ചിരിക്കണം, 50% മാർക്കും വാങ്ങിയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ. ഒപ്പം NCET ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അതേപോലെ ഞാൻ പറഞ്ഞു, ഇപ്പം ഈ NCETയുടെ 3rd ഫേസിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പം പുതിയ കോളേജുകൾക്കെല്ലാം അംഗീകാരം കിട്ടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലുള്ള, നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള, മലപ്പുറം ജില്ലയിൽ വരുന്ന സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് വാഴയൂര്, അവിടെയും മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഒക്കെ ഈ ഒരു ITEP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BA B.Ed എക്കണോമിക്സിലും ഇംഗ്ലീഷിലും മേജർ വരുന്ന പ്രോഗ്രാമുകളും, BSc B.Ed ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി ഇത്രയും ഓപ്ഷൻസിലുള്ള പ്രോഗ്രാമുകളും സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. അതേപോലെ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വളാഞ്ചേരി, ഇവിടെയും അവിടെ സെക്കൻഡറി അല്ല പ്രിപ്പറേറ്ററി ലെവലിലും മിഡിൽ ലെവലിലും ഒക്കെ വരുന്ന പ്രോഗ്രാമുകൾ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, ഈ ലാംഗ്വേജ് സബ്ജക്ട്സുകളിൽ, സയൻസ് സബ്ജക്ട്സുകളിൽ, കൊമേഴ്സിലെല്ലാം വരുന്നുണ്ട്. എക്കണോമിക്സ് ഒക്കെ വരും. എക്കണോമിക്സ് അല്ല, BCom. ഓക്കെ, അപ്പം ഇത് നമ്മളെ നാടുകളിലും ഇനിയും ഈ വർഷം 26 ഒക്കെ ആകുമ്പോഴേക്കും ഒരുപാട് കോളേജുകളിൽ പ്രോഗ്രാം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഡുവൽ മേജറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. 4 വർഷം കൊണ്ട് ഒരു ഡിഗ്രി പ്ലസ് B.Ed കംപ്ലീറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഹൈലി റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നല്ലൊരു എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്ലസ് ടീച്ചർ എഡ്യൂക്കേഷൻ, അതും ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് ഗവൺമെൻറ് സെക്ടറിലായി കഴിഞ്ഞാലും പ്രൈവറ്റ് സെക്ടറിലായി കഴിഞ്ഞാലും ഇതിന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മളെ ക്വാളിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ് കിട്ടാനുള്ള സാധ്യതയും തരുന്ന ഒരു പ്രോഗ്രാമാണ് ITEP. യെസ്, ഒരു ഞാൻ പറഞ്ഞല്ലോ, നോർമൽ UG B.Ed ചെയ്യുന്ന റൂട്ടിനേക്കാൾ ഉപരി ഒരു 1 year സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അല്ലേ ഒരു മെയിൻ സാധനം. നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടുന്നു. NEP 2020 പറയുന്ന പല പോളിസിനെയും അലൈൻ ചെയ്തുകൊണ്ടുള്ളതും ആയതുകൊണ്ട് തന്നെ ഭാവി നമുക്ക് കുറച്ചുകൂടെ സെക്യൂർ ആണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകുന്നത് എന്നുള്ളതും പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ടീച്ചിങ് കരിയർ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ITEPും അല്ലെങ്കിൽ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ക്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്മിഷനും എന്ന് പറയുന്നു. ഇനി നമുക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിലോട്ട് പോവാം. പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വസീം. ആരെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. എന്തെങ്കിലും എൻക്വയറീസോ ഇതുമായിട്ട് ബന്ധപ്പെട്ട? താങ്ക് യു മാം. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഫുള്ള് കേട്ടിട്ടില്ല, ബിക്കോസ് നെറ്റ്വർക്ക് പ്രശ്നമുള്ളത് കൊണ്ട്. മാം, നമുക്ക് ഇതിന്റെ ഇവാലുവേഷനിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നെഗറ്റീവ് മാർക്കിംഗ്, അയ്യോ സെക്രട്ടറി സാർ, അതൊന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കണ്ടതിലൊന്നും നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് കണ്ടിട്ടില്ല. അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഇതുവരെ നെഗറ്റീവ് മാർക്ക് ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല നോട്ടിഫിക്കേഷനിൽ. റീസെന്റ് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ 2025 വരെ നോട്ടിഫിക്കേഷനിൽ നെഗറ്റീവ് മാർക്ക് ഉള്ളതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കണ്ടിട്ടില്ല. അപ്കമിങ്ങിൽ വന്നിട്ടില്ല, അപ്പോ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ഉള്ളതിൽ എന്തായാലും നെഗറ്റീവ് മാർക്ക് മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ ഹലോ, പിന്നെ ഇപ്പൊ NCTയുടെ എക്സാം ബേസിലാണോ നമ്മുടെ സാഫിയിലും മറ്റൊക്കെ കിട്ടുക? അതെ, ഈ ITEP പ്രോഗ്രാം ഒരു സിംഗിൾ ചാനലാണ്. അത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്.
ഈ എക്സാമിൻ്റെ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. സാഫിയിലായാലും മജ്ലിസിലായാലും ഈ ഒരു എക്സാമാണ് അവർ ക്രൈറ്റീരിയ ആയിട്ട് വെക്കുക. ഓക്കെ. പിന്നെ അതുപോലെ NIT-യിലും ഇത് തന്നെ അല്ലേ? അതെ അതെ, NIT, ചില IIT-കൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതില് CUT എഴുതിയാലും വരൂലേ? CUT അല്ല, ഈ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് നിങ്ങൾ NCET തന്നെ എഴുതണം. എഴുതണം അല്ലേ? ഓക്കെ ഓക്കെ, അതെ, ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ. കോഴ്സ് ഫുള്ള് മാഡം കംപ്ലീറ്റ് NCET-ക്ക് നെഗറ്റീവ് ചെയ്തിട്ട് മാർക്ക് ജോബ് എങ്ങനെയാ കിട്ടുമല്ലോ? ഹലോ, NCET-ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലോ. കറക്റ്റ് ആൻസറിന് 4 മാർക്കും മൈനസ് വന്ന 1 മാർക്കും. ആണോ? അതെ, ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യം അതിലൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ വെരിഫൈ ചെയ്യണം. ഒന്ന് നമുക്ക്, ഞാൻ പറഞ്ഞു, NTA-യുടെ വെബ്സൈറ്റ് ആണ് നമ്മൾ എല്ലാ ഒതന്റിക് ഇൻഫർമേഷനും നമ്മൾ നോക്കേണ്ടത്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അവിടെ അവൈലബിൾ ആണ്, നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അതുപോലെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ്, സിലബസ് എല്ലാം വെബ്സൈറ്റിലുണ്ട്. അപ്പം നെക്സ്റ്റ് 26-ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റൊക്കെ 26-ലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും സൈറ്റിൽ വരും. അപ്പോൾ നമുക്കൊന്നുകൂടെ അത് വെച്ചിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഫീസ് എങ്ങനെയാ വരുന്നത്? ഫീസ് സ്ട്രക്ചർ ഫീ വരുന്നുണ്ട്. ഇപ്പം NITs ഒക്കെ ആണെങ്കിലും അവിടെ 3 ലെവലുള്ള ഫീ സ്ട്രക്ചർ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് നമ്മുടെ ആനുവൽ ഇൻകത്തിന്റെ ബേസിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഇൻകം സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു 1 to 2 lakh വരെ ഇൻകം വരുന്നവർക്ക് ഒരു ഫീ സ്ട്രക്ചർ, 2 to 5 വരുന്നവർക്ക് ഒരു ഫീ സ്ട്രക്ചർ, 5 to 5 above വരുന്നവർക്ക് മറ്റൊരു ഫീ സ്ട്രക്ചർ, അങ്ങനെയാണ്. അപ്പം ഒരു അറൗണ്ട് 80,000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഫീ NITs-ൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ കുറച്ചുകൂടെ കുറയും. പിന്നെ നമ്മൾ ഓരോ കോളേജ് സെക്ടറിന് അനുസരിച്ച്, പ്രോഗ്രാമിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫീ വരുന്നത്. ഓക്കെ, താങ്ക് യു. മാം, അപ്പം നമ്മളിത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജോബായിട്ട് എങ്ങനെയാ കിട്ടുക? ടീച്ചിങ് ആണ്, ഞാൻ പറഞ്ഞു. നമ്മളെ കയ്യിൽ ഒരു ഡിഗ്രിയും BEd ഉണ്ടായിരിക്കും. അതേപോലെ ഇപ്പം പ്രിപ്പറേറ്ററി, സെക്കൻഡറി, ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഡിഗ്രി ആയിരിക്കും നമ്മളെ കയ്യിൽ ഉണ്ടാവുന്നത്. അത് വെച്ചിട്ട് ഇപ്പോൾ ഹയർ സെക്കൻഡറി ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി PG കൂടെ വേണ്ടി വരും, MSc കൂടെ വേണ്ടി വരും, അല്ലെങ്കിൽ MA കൂടെ വേണ്ടി വരും. ഒപ്പം ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ എഴുതുക. നോർമൽ എങ്ങനെയാണോ ഒരു ടീച്ചർ ആവാനുള്ള പ്രൊസീജിയേഴ്സ് അത് തന്നെയാണ് വരിക. പക്ഷെ എവിടെയും നമുക്കൊരു പ്രിഫറൻസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ?